ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലാത്ത വ്യക്തികൾ കാണുമല്ലോ. അപ്പോൾ അവർക്ക് നമ്മുടെ പാല് മേടിച്ചുകൊണ്ട് വന്ന് സേവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. പിറ്റേ ദിവസം ചായ ഇടണമെങ്കിൽ പാല് കൊണ്ടുവന്ന് കേടാവുമല്ലോ നമ്മൾ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പിറ്റേ ദിവസം നമുക്ക് ചായ ഇടുന്നതിന് വേണ്ടി പാല് മേടിച്ചുകൊണ്ട് വന്ന് ഈ രീതിയിൽ ചെയ്ത് വെച്ചാൽ നമുക്ക് സൂപ്പർ ചായ ഇട്ട് വയ്ക്കാം. ഇതെനിക്ക് പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബന്ധു തന്നെയായ വിനോദണ്ണനും സുലേഖയൊക്കെയാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്ത് ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നോർത്താണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ബാച്ചിലേഴ്സ് ആയുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമായിരിക്കും. കാരണം രാവിലെ ഒരു ചായ തിളപ്പിക്കണം, ഫ്രിഡ്ജും ഇല്ല. അപ്പോൾ നമ്മൾ ഇത് കൂട്ട് ചെയ്ത് വെച്ചാൽ രാവിലെ പെട്ടെന്ന് നമുക്ക് ചായ തിളപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ എടുക്കണം, വൈകിട്ട് പാല് മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ പാലിട്ട് വെക്കണം. ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇട്ട് വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് പാലെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ എത്രമാത്രം വെള്ളം അതിനകത്ത് ചേർക്കുമോ അത്രമാത്രം വെള്ളം ഞാൻ ഒരു കവറിന് 1 കവർ വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. അത്രയും വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് ഒരു സ്പൂണിൻ്റെ പകുതി തേയിലയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം നമ്മൾ ഒന്നുകൂടെ ഒരു തിള വന്നതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്ത് നമ്മളിത് മൂടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് മൂടി വയ്ക്കരുത്. ഫുള്ളായിട്ട് മൂടി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആവി മുകളിലോട്ട് വന്ന് അടിച്ചിട്ട് വീണ്ടും വെള്ളം ഉള്ളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അതിനുകൊണ്ട് നമ്മളെന്താണ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഈ തുറന്നിരിക്കുന്ന ഒരു ഇതുണ്ട്, ആ ഒരു മോഡലിൽ നമ്മളൊന്ന് മൂടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ആയി. നമുക്കിനി എത്രമാത്രം തേയില വേണമോ അത്രയും തേയില നമ്മൾ ആ ചായയിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. ഇനി സാധാ നമ്മൾ ചായ തിളപ്പിക്കുന്നതുകൊണ്ട് തിളപ്പിച്ച് അരിച്ചെടുത്താൽ മതി. സൂപ്പർ ചായയാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാത്ത പാലാണെന്ന് ഒന്നും പറയത്തില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്